KSRTC കോതമംഗലം മലക്കപ്പാറ ട്രിപ്പിലെ മറ്റൊരു വണ്ടറായിരുന്നു വാഴച്ചാൽ വാട്ടർഫാൾസ്. വാഴച്ചാൽ വാട്ടർഫാൾസാണ് ഈ കാണുന്നത്. ഇത് വളരെ വിശാലമായി നിരന്ന് പരന്നൊഴുകുന്ന ഒരു പുഴയാണ്. തട്ടായ വെള്ളം താഴേക്ക് പതിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് അല്പം വെള്ളം മഴ കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര വെള്ളമായത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഭയങ്കര കുത്തൊഴുക്കും ഭയങ്കര മലവെള്ളപ്പാച്ചിലുമായി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന അത്രയും വിസ്തൃതമായൊരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇത് അതിൻ്റെ പരിസര പ്രദേശത്തുള്ള വൻമരങ്ങളും പ്രകൃതി ഭംഗിയുമാണ് ഈ കാണുന്നത്. കൈവരി കെട്ടി ഫുട്പാത്ത് കെട്ടി നമുക്ക് നടന്ന് പോകാനും നടന്ന് ആസ്വദിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പതഞ്ഞൊഴുകുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏവരെയും ആകർഷിക്കും. വളരെ ദൂരെ നിന്ന് തന്നെ ഈ പുഴ നമുക്ക് ദൃശ്യമാകും. മേലെ പുഴയുടെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം നമുക്ക് നടന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് ഒഴുകി അതിരപ്പള്ളിയിൽ വന്നെത്തുന്നുണ്ട്. ഒരു സൈഡിൽ അതിരപ്പള്ളിയിലേക്കാണ് ഇത് പോയി എത്തുന്നത്. മറുവശത്ത് ജനവാസ മേഖലയാണ്. നമുക്ക് ഗ്രാമീണ ജീവിതവും അടുത്തറിയാൻ കഴിയും. മറുഭാഗം ഘോരവനവും. വെള്ളം കുറവാണെങ്കിൽ ആന ഇറങ്ങി വരാനും ആനശല്യത്തിനുമൊക്കെ നല്ല സാധ്യതയുള്ള സ്ഥലം. സഞ്ചാരികളുടെ മനം കവരുന്ന വാഴച്ചാൽ വാട്ടർഫാൾസ് നമുക്കിവിടെ ദൃശ്യമാകും. ഇത് മുകളിലോട്ട് നമുക്ക് കൈവരിയുടെ അല്ലെങ്കിൽ പുഴയുടെ സൈഡിൽ കൂടെ കൈവരിക്കകത്തുകൂടെ നമുക്ക് മുകളിലേക്ക് 1/2 കിലോമീറ്റർ നടന്ന് പുഴ ഒഴുകുന്ന ദിശയും ഭംഗിയും വെള്ളവും ഓളപ്പരപ്പും വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ കഴിയും. തട്ടായി വെള്ളം മടക്കുകളായി മറിഞ്ഞൊഴുകുന്ന ദൃശ്യം എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ആസ്വദിക്കുന്ന തിരക്കിലാണ്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ എൻട്രി. ഇവിടെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി അവിടെ പ്രാഥമിക സൗകര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് മുൻപോട്ട് നടന്ന് വാട്ടർഫാൾസിനടുത്തെത്താം. ഇത് അതിൻ്റെ മെയിൻ എൻട്രി. നമുക്ക് പേയ്മെൻറ്റ്സൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഗാർഡനുണ്ട്. നല്ല മനോഹരമായ ഭൂപ്രകൃതി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴി ഈ പേയ്മെൻറ്റ്സിലൂടെ നടന്ന് നമുക്ക് വാട്ടർഫാൾസിനടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ധാരാളം സഞ്ചാരികളുണ്ടായിരുന്നു. അന്ന് അവധി ദിവസവും 2-3 ദിവസത്തെ അവധിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് വാട്ടർഫാൾസിനടുത്തെത്താൻ ഇവിടെ കൈവരി കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ കൂടാതെ സഞ്ചാരികൾക്ക് വാഴച്ചാൽ വാട്ടർഫാൾസ് ദർശിക്കാനും മറ്റും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വാട്ടർഫാൾസ് താഴേക്ക് ഒഴുകി അതിരപ്പള്ളിയിൽ ചെന്നെത്തും. ഇതാണ് അതിൻ്റെ ഫുൾ സീനറി. വളരെ ദൂരെ നിന്ന് തന്നെ വാട്ടർഫാൾസ് ഒഴുകി വരുന്നത് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറി പുഴയുടെ സൈഡിൽ കൂടെ കൈവരിക്കകത്തുകൂടെ നടന്ന് നമുക്ക് പോയി കാണാൻ കഴിയും. നല്ല മഴയുള്ളപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വെള്ളം കുത്തി ഒഴുകുന്ന മറിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. മലവെള്ളപ്പാച്ചിൽ അടുത്ത് കാണാനൊരു അസുലഭ സൗകര്യം. ഒരു വശത്ത് മല, ഇങ്ങനെ കൈവരിയുടെ സൈഡിൽ കൂടി ജനം നടന്നു പോകുന്നത് നമുക്ക് കാണാം. നല്ല തിരക്കുണ്ട്. നിറയെ പാറകളാണ്. പാറക്കെട്ട് നിറഞ്ഞ പുഴയാണ്.
എല്ലാ സ്ഥലവും നമ്മൾ നടന്നെത്തുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ പാറക്കെട്ട് നമുക്ക് ദൃശ്യമാകും. പാറക്കെട്ട് അകത്ത് മരങ്ങളും വളർന്നു നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. നല്ല വശ്യസുന്ദരമായ പ്രകൃതി ഭംഗി, നോക്കി നിന്ന് പോകുന്ന പ്രകൃതി ഭംഗി, ആരെയും ആകർഷിക്കുന്ന വാഴച്ചാൽ വാട്ടർഫാൾസ്. അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാം പുഴയുടെ കുറേ ഭാഗം. ഒരു കിലോമീറ്ററോളം പുഴ നമുക്ക് ദൃശ്യമാകും. ഈ സൗകര്യം ഇവിടെ മാത്രമുള്ളതാണ്. മറ്റു പുഴകളൊന്നും നമുക്ക് ഇത്രയും ദൃശ്യം നൽകുന്നില്ല. കുറച്ച് ദൂരം മാത്രമേ കാണാൻ കഴിയൂ. അത് അതിരപ്പള്ളിയാണെങ്കിലും നമ്മൾ ചെന്ന് കാണുന്ന അത്രയും ഭാഗം മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുറച്ചൊന്ന് ഒരു നേർരേഖയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങ് അകലെ വരെ കാണാൻ കഴിയും. ഇവിടെ പുഴയായിട്ടാണ് ഒഴുകുന്നത്. വാട്ടർഫാൾസിൻ്റെ ഗാംഭീര്യമൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ കുറേ നിരന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുഴയായിട്ട് ലളിതമായിട്ട് പതിയെ ഒഴുകുന്ന പുഴയെയാണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. പക്ഷേ ഈ പാറക്കെട്ടുകളുടെ അടുത്ത് തട്ടായി താഴേക്ക് ചെല്ലുമ്പോൾ വെള്ളച്ചാട്ടമായി മാറുന്നുമുണ്ട്. ഇങ്ങനെ പുഴയുടെ സൈഡിൽ കൂടെ നടന്ന് കുറേ ദൂരം നമുക്ക് പുഴയുടെ പ്രകൃതി ഭംഗിയും ഏകാന്തതയും വെള്ളത്തിൻ്റെ മാസ്മരിക ശബ്ദവും വാട്ടർഫാൾസിൻ്റെ ശബ്ദവും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വളരെ ശാന്തമായ ഏകാഗ്രമായ ഒരനുഭവം.